Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അവറുകളെ, ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ബഹുമാനപ്പെട്ട നാസർ ഫൈസി കുണ്ടത്തായി, ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട കെ എസ് തങ്ങൾ, ബഹുമാനപ്പെട്ട അഹമ്മദ് മൂപ്പൻ, ബഹുമാനപ്പെട്ട റഷീദ് ഫൈസി വെള്ളായിക്കോട് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള SKSF-ൻ്റെയും SYS-ൻ്റെയും സമുന്നതരായ നേതാക്കന്മാരെ, നിലവരായ SKSF-ൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, ഫാസിസത്തിന് മാപ്പില്ല, നീതിനിഷേധം നടപ്പില്ല എന്ന കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ സംഘടിപ്പിച്ച എയർപോർട്ട് മാർച്ചിൻ്റെ സമാപന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഈ സംഗമം സ്വാലിഹ അമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാത്ത അള്ളാഹു പൂർത്തീകരിച്ച് ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഈ എയർപോർട്ട് മാർച്ച് ഇവിടെ നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഇന്ന് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് നയങ്ങൾക്കെതിരെ അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ജനാധിപത്യ രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള ഒരു എയർപോർട്ട് മാർച്ചാണ് ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഭീഷണിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര പൈതൃകം കളഞ്ഞുകൊണ്ട് 3 വർഷമായി അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ ഫാഷിസത്തിൻ്റെ അജണ്ടകൾ ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയമാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൽ ഏകത്വം എന്ന ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമാർന്ന ഭരണഘടനയുള്ള ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും മാറ്റിയെഴുതുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഫാഷിസം എല്ലാ മേഖലയിലേക്കും കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും ധ്വംസിക്കുന്ന രീതിയിൽ ഇന്ന് മാത്രമല്ല ഭക്ഷണ കാര്യങ്ങളിലും എന്ത് സംസാരിക്കണമെന്ന് പോലും തന്നെ ഇന്ന് ഫാഷിസം ഇവിടെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. എന്നാൽ ഈ അടുത്ത 3 വർഷങ്ങൾക്കിടയിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും എല്ലാം തന്നെ ഇന്ന് വളരെയധികം അക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഫാഷിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യത്തെ പരസ്പര സംഘട്ടനത്തിൻ്റെ രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ രാഷ്ട്രീയമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആ നയങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആ സിദ്ധാന്തം അവരുടെ നടപ്പിലാക്കുന്നതിന് ഭാഗമാണ് ഫാഷിസത്തിൻ്റെ അജണ്ടകൾ ഇവിടെ അടിച്ച് ഏൽപ്പിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെ പോലും അവരെ നിശബ്ദമാക്കുന്ന രീതിയിൽ, അവരെ കള്ളക്കേസുകളിൽ കുടുക്കിക്കൊണ്ട് ഇവിടെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എതിരാളികൾ ഈ ഫാഷിസത്തിനെതിരെ ശബ്ദിക്കാൻ ആളുകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഫാഷിസത്തിൻ്റെ ഇത്തരം കടന്നാക്രമണങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടാവേണ്ടത് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ടും അഭികാമ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യം സഹസ്രാബ്ദങ്ങളിലൂടെ നേടിയെടുത്ത ആ മതേതര പൈതൃകം കളയുന്ന രീതിയിലുള്ള ഭരണകൂട ഭീകരതയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടം മാത്രമല്ല, നീതിന്യായ പീഠങ്ങൾ പോലും ഇന്ന് മതം നോക്കി നിയമങ്ങൾ അനുവർത്തിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പൗരനും ഇഷ്ടമതം സ്വീകരിക്കാനും ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ അതിനെ പോലും മതത്തിൻ്റെ പേര് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെ അനുയായികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയാണ് നീതിപീഠത്തിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അത്തരത്തിൽ എല്ലാ മേഖലകളിലും സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഇന്ന് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് SKSF ഇത്തരത്തിലുള്ള ഈ എയർപോർട്ട് മാർച്ചിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് വെറും സൂചന ധർണയാണ്. ഇതിൽ നിന്നും ഭരണകൂടം അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എങ്കിൽ SKSF ശക്തമായ പോരാട്ടത്തിന് മുന്നിലുണ്ടാവുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. SKSF എന്നും നീതി നിഷേധത്തിനെതിരെ ശക്തമായി സമൂഹത്തെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള പ്രസ്ഥാനം കൂടിയാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ പോലും ഇന്ന് സംഘപരിവാറിൻ്റെ അജണ്ടകളാണ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിൽ ഇഷ്ടമതം സ്വീകരിച്ചതിന് പേരിൽ കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന സഹോദരനെ അറുകൊല ചെയ്ത് നമുക്കറിയാം. അതുപോലെ തന്നെ പള്ളിയിൽ കയറി ആക്രമിച്ചുകൊണ്ട് സംഘപരിവാർ കാസർഗോഡിലെ സഹോദരനെ ഒരു ഉസ്താദിനെ കൊല ചെയ്ത് നമുക്കറിയാവുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഇവിടെ അമ്പലങ്ങൾ തകർത്തുകൊണ്ട് അത് മുസ്ലിം സമൂഹത്തിൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് ഇവിടെ സംഘപരിവാർ നമ്മുടെ ജില്ലയിൽ പോലും വർഗീയമായ സ്വാരസ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സമാധാനകാംക്ഷികൾ, മതേതര പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം സംഘപരിവാറിൻ്റെ അജണ്ടകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്താൻ, ശക്തമായ മുന്നോട്ട് വരേണ്ടവരുണ്ട് എന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആ പൈതൃകം കാത്തുസൂക്ഷിക്കാനും സാധിക്കണം. അതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ എയർപോർട്ട് മാർച്ച്. നിങ്ങൾക്ക് തന്നെ വളരെ ആവേശപൂർവ്വം ഈ എയർപോർട്ട് മാർച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നതുപോലെ ഇനിയും ആവശ്യമെങ്കിൽ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ആവേശപൂർവ്വം ഇത്തരത്തിലുള്ള ധർണകൾക്കും അതുപോലെ തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.